അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. 10 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടാവും. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ദാ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലല്ലേ, മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ ചിലപ്പോൾ കട്ട പിടിച്ചിട്ട് കിടക്കുന്നുണ്ടാവും. അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യമായിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം അരിച്ചിട്ട് അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ മിക്സിന്റെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണ്. അപ്പൊ ദാ നമ്മള് 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ മുട്ടന്റെ സ്മെല്ലൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ അത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 മിനിറ്റും കൂടെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമ്മളിത് ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദന്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. നമ്മൾ 1.5 കപ്പ് മൈദയ്ക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുകയാണ്. പാലിന് പകരമായിട്ട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുത്താലും മതി. ഇനി ഇതാ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് മെല്ലെയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നത്. ഇപ്പൊ നമ്മളിത് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ദാ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. അപ്പൊ സ്നാക്ക് ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതാ ഈ ഒരു തവിക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ ദോശ ചട്ടിയിലാട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിക്സിന്ന് ഒരു തവി എടുത്തിട്ട് ഞാൻ ഈ ദോശ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ആ തവി വെച്ചിട്ട് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. ഒരു പിടിയുള്ള നോൺ സ്റ്റിക് പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനൊക്കെ എളുപ്പമാവും കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല, പെട്ടെന്ന് ചുറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് മതി കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ കുക്കായി കിട്ടും. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തവി വെച്ച് പരത്തിയതിന്റെ അടയാളം കേട്ടോ അതിന്റെ മുകളിൽ അങ്ങനെ കാണുന്നത്. അപ്പൊ നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ ചുറ്റിച്ചെടുത്താൽ മതിയാവും. ഇനി തവി കൊണ്ട് ഒഴിച്ചെടുക്കുകയാണെങ്കിലും പരത്താതെ ചുട്ടെടുക്കുകയാണെങ്കിൽ ഇതുപോലെ അടയാളങ്ങളൊന്നും കാണൂല കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ ആ തവി കൊണ്ട് പരത്തിയതിന്റെ അടയാളം വന്നു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു 35-40 മിനിറ്റ് വേണം അത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതിലേറെ സമയം എടുക്കും. പക്ഷേ ഈ ഒരു സ്നാക്ക് സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പാൻ കേക്ക് എന്നും പറയാട്ടോ. പാൻ കേക്ക് ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ 1.5 കപ്പ് മൈദയും 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് 8 പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ചെറിയ പാൻ കേക്ക് അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണിത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ മുകളിലായിട്ട് ജാമോ ക്രീമോ അല്ലെങ്കിൽ ന്യൂട്ടല്ല അതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും നല്ല ഇഷ്ടാവും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും.